ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിലെ 37 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായത് എന്ത്? ഓപ്ഷൻസ്: സ്വാർത്ഥത, കാപട്യം, ദുഷിച്ച ഭാവന. ഉത്തരം: ദുഷിച്ച ഭാവന. 2. നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഉപദേശകനെ, സ്നേഹിതനെ, കൂട്ടുകാരനെ. ഉത്തരം: സ്നേഹിതനെ. 3. ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ആരുടെ? ഓപ്ഷൻസ്: ഉപദേശകൻ്റെ, സ്നേഹിതൻ്റെ, മാർഗനിർദ്ദേശകൻ്റെ. ഉത്തരം: ഉപദേശകൻ്റെ. 4. ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഭീരുവിനോട്, അലസനോട്, അസൂയാലുവിനോട്. ഉത്തരം: അസൂയാലുവിനോട്. 5. 37-ാം അധ്യായത്തിൽ യഥാർത്ഥ സ്നേഹിതനെക്കുറിച്ച് ആദ്യം വിവരിക്കുന്ന പ്രഭാഷകൻ തുടർന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻസ്: മരിച്ചവരെ ഓർത്ത് വിലാപം, യഥാർത്ഥ ജ്ഞാനി, വൈദ്യനും രോഗശാന്തിയും. ഉത്തരം: യഥാർത്ഥ ജ്ഞാനി. 6. ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ഓപ്ഷൻസ്: ദൈവഭക്തൻ്റെ, വൈദ്യൻ്റെ, ജ്ഞാനിയുടെ. ഉത്തരം: ജ്ഞാനിയുടെ. 7. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: സ്നേഹം, വിചാരം, ചിന്ത. ഉത്തരം: ചിന്ത. 8. സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര്? ഓപ്ഷൻസ്: വിവേകി, ബുദ്ധിമാൻ, ജ്ഞാനി. ഉത്തരം: ജ്ഞാനി. 9. പൂരിപ്പിക്കുക. ഡാഷിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത്. ഓപ്ഷൻസ്: ധനത്തിൽ, സമ്പത്തിൽ, ആഡംബരത്തിൽ. ഉത്തരം: ആഡംബരത്തിൽ. 10. എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ഓപ്ഷൻസ്: ആലോചന, വിചാരം, ചിന്ത. ഉത്തരം: ചിന്ത. 11. പ്രഭാഷകൻ 38:4 പ്രകാരം കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചത്? ഓപ്ഷൻസ്: മരുന്നുകൾ, ഔഷധങ്ങൾ, ചെടികൾ. ഉത്തരം: ഔഷധങ്ങൾ. 12. ആരുടെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും? ഓപ്ഷൻസ്: സൃഷ്ടാവിൻ്റെ മുമ്പിൽ, അത്യുന്നതൻ്റെ മുൻപിൽ, കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ. ഉത്തരം: സൃഷ്ടാവിൻ്റെ മുമ്പിൽ. 13. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. എന്തിനെ? ഓപ്ഷൻസ്: ഉദാസീനതയെ, ഹൃദയവേദനയെ, ദുഃഖത്തെ. ഉത്തരം: ദുഃഖത്തെ. 14. പൂരിപ്പിക്കുക. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ഡാഷ്. ഓപ്ഷൻസ്: സമാധാനിക്കുക, ആശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഉത്തരം: ആശ്വസിക്കുക. 15. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ എന്ത് ലഭിക്കൂ? ഓപ്ഷൻസ്: ജ്ഞാനം, സമാധാനം, ശാന്തി. ഉത്തരം: ജ്ഞാനം. 16. അർഹമായ സ്ഥാനം നൽകേണ്ടത്. ഓപ്ഷൻസ്: വൈദ്യൻ, ജ്ഞാനി, ദൈവഭക്തൻ. ഉത്തരം: വൈദ്യൻ. 17. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആര്? ഓപ്ഷൻസ്: കൃഷിക്കാരൻ, കുശവൻ, തയ്യൽക്കാരൻ. ഉത്തരം: കുശവൻ. 18. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൻ്റെ പൊരുളാണ് സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത്? ഓപ്ഷൻസ്: ഉപമകളുടെ, പ്രവചനങ്ങളുടെ, ആപ്തവാക്യങ്ങളുടെ. ഉത്തരം: ഉപമകളുടെ. 19. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം ഉള്ളവൻ അത്യുന്നതൻ്റെ മുൻപിൽ അർപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: പ്രാർത്ഥനകൾ, അപേക്ഷകൾ, യാചനകൾ. ഉത്തരം: പ്രാർത്ഥനകൾ. 20. പ്രഭാഷകൻ 40:12 പ്രകാരം എന്നേക്കും നിലനിൽക്കുന്നത്? ഓപ്ഷൻസ്: വിശ്വസ്തത, സമാധാനം, നീതി. ഉത്തരം: വിശ്വസ്തത.
21 പൂരിപ്പിക്കുക. വിശ്വസ്തരായ പുത്രന്മാരെ, എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ ഡാഷ്. ഓപ്ഷൻസ്: മൊട്ടിടുവിൻ, പൂവണിയുവിൻ, സുഗന്ധം പരത്തുവിൻ. ഉത്തരം: മൊട്ടിടുവിൻ. 22 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഓപ്ഷൻസ്: കരുണ, അനുഗ്രഹം, കൃപ. ഉത്തരം: അനുഗ്രഹം. 23 മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ ആദ്യത്തെ ഏതാണ്? ഓപ്ഷൻസ്: ഉപ്പ്, ഗോതമ്പ്, ജലം. ഉത്തരം: ജലം. 24 ആർക്കാണ് പ്രാഥമിക ആവശ്യങ്ങൾ തിന്മയായി പരിണമിക്കുന്നത്? ഓപ്ഷൻസ്: അലസന്മാർക്ക്, പാപികൾക്ക്, ദുഷ്ടർക്ക്. ഉത്തരം: ദുഷ്ടർക്ക്. 25 ആരുടെ സന്തതികളുടെ മേലാണ് ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: കർത്താവിൻ്റെ, മോശയുടെ, ആദത്തിൻ്റെ. ഉത്തരം: ആദത്തിൻ്റെ. 26 പ്രഭാഷകൻ 40:17 അനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ ആരാമം. ഓപ്ഷൻസ്: കാരുണ്യം, ദാനധർമ്മം, ആനന്ദം. ഉത്തരം: കാരുണ്യം. 27 നിശേഷം പരാജയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ദുഷ്ടർ, പാപികൾ, അനീതി പ്രവർത്തിക്കുന്നവർ. ഉത്തരം: പാപികൾ. 28 സുരക്ഷിതമായ അഭയം. ഓപ്ഷൻസ്: ദാനധർമ്മം, ദൈവഭക്തി, കരുണ. ഉത്തരം: ദാനധർമ്മം. 29 നിർലജ്ജൻ്റെ ഉദരത്തിൽ ജ്വലിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: തീ, അഗ്നി, കയ്പ്. ഉത്തരം: അഗ്നി. 30 സന്താനങ്ങളെക്കാളും താൻ നിർമ്മിച്ച നഗരങ്ങളെക്കാളും വിലമതിക്കപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ഉത്തമയായ ഭാര്യ, നിഷ്കളങ്കയായ ഭാര്യ, ഭാര്യ. ഉത്തരം: നിഷ്കളങ്കയായ ഭാര്യ. 31 സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായത് എന്ത്? ഓപ്ഷൻസ്: ദാനധർമ്മം, സതുപദേശം, ദൈവഭക്തി. ഉത്തരം: സതുപദേശം. 32 നിർലജ്ജൻ്റെ നാവിന് മധുരമായത് എന്ത്? ഓപ്ഷൻസ്: സതുപദേശം, ഭിക്ഷാടനം, സ്വാർത്ഥത. ഉത്തരം: ഭിക്ഷാടനം. 33 ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന ഈ വചനം 39-ാം അധ്യായത്തിൽ എത്ര തവണ കാണാം? ഓപ്ഷൻസ്: 3, 2, 4. ഉത്തരം: 2. 34 ആരുടെ സന്തതികളാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്? ഓപ്ഷൻസ്: ഭോഷൻ്റെ, ദൈവഭയം ഇല്ലാത്തവൻ്റെ, പാപിയുടെ. ഉത്തരം: ദൈവഭയം ഇല്ലാത്തവൻ്റെ. 35 ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്ത്? ഓപ്ഷൻസ്: ദൈവഭയം, ദൈവഭക്തി, ഭക്തി. ഉത്തരം: ദൈവഭക്തി. 36 ഭിക്ഷാടനത്തേക്കാൾ ഭേദം എന്ത്? ഓപ്ഷൻസ്: മരണം, മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശ്രയിക്കുന്നത്, അധ്വാനശീലം. ഉത്തരം: മരണം. 37 ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത്? ഓപ്ഷൻസ്: ദരിദ്രൻ്റെ, പാപിയുടെ, ദൈവഭയം ഇല്ലാത്തവൻ്റെ. ഉത്തരം: ദരിദ്രൻ്റെ. 38 എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്നു നീ. അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻസ്: 38:20, 38:22, 38:40. ഉത്തരം: 38:22. 39 ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത്? ഓപ്ഷൻസ്: ദൈവഭക്തന്, ജ്ഞാനിക്ക്, നിഷ്കളങ്കന്. ഉത്തരം: ദൈവഭക്തന്. 40 പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: വിശ്രമത്തെ, ദൈവഭയത്തെ, ജ്ഞാനത്തെ. ഉത്തരം: വിശ്രമത്തെ. 41 സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് ആര്? ഓപ്ഷൻസ്: കുശവൻ,
കൃഷിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ. ഉത്തരം കുശവൻ. 42. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നത് ആര്? ഓപ്ഷൻസ്: ജ്ഞാനി, വിവേകി, രാജാവ്. ഉത്തരം രാജാവ്. 43. ആർക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ 40:14 പറയുന്നത്? ഓപ്ഷൻസ്: ദൈവഭയമുള്ളവന്, വിശ്വസ്തന്, ഔദാര്യശീലന്. ഉത്തരം ഔദാര്യശീലന്. 44. സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്ത്? ഓപ്ഷൻസ്: ദാനധർമ്മം, സതുപദേശം, ദൈവഭക്തി. ഉത്തരം ദാനധർമ്മം.